Hello guys, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെയധികം സ്വാദിഷ്ടമായ ഒരു മുട്ടക്കറിയാണ്. നമുക്ക് ചോറിന്റെയും ചപ്പാത്തിയുടെയും കൂടെ എല്ലാം കഴിക്കാൻ പറ്റും. എല്ലാവർക്കും മരിയാസ് ഫാമിലിയിലേക്ക് സ്വാഗതം. ആദ്യം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ, നമ്മൾ ആദ്യം ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു പാനിൽ. എന്നിട്ട് ഇത് ചൂടായതിനു ശേഷം ഞാൻ ഇതിൽ 2.5 സബോളയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറുതാക്കി മുറിച്ച് ഇതിലിടാം. ഇതൊന്ന് വഴറ്റി കിട്ടണം. നമുക്ക് ഇതിലോട്ട് ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് വഴറ്റി കിട്ടും ചെയ്യും. ഓക്കെ, ഇതിപ്പോൾ നല്ല പോലെ ഒന്ന് വഴറ്റാം. ഇതിന് ശേഷം നമ്മൾ 3-4 പച്ചമുളക് ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. പക്ഷെ ഞാനിപ്പോൾ ഇടുന്നില്ല, കാരണം ഞങ്ങളുടെ പച്ചമുളക് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളത് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഇത് ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഉണ്ടത്. അതൊരു 1/4 ടീസ്പൂൺ ഇടാം. ഞാൻ ഇതിലാണ് ഇടുന്നത്. ഇതാ, ഇതിൽ നിന്ന് നേരിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഒരു ഡ്രോപ്പ് ഇടാം, 1-2 ഡ്രോപ്പ്. ഓക്കെ, ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി പൊടികളാണ് ചേർക്കേണ്ടത്. ഇതിലോട്ട് ആദ്യം ഒരു മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർക്കണം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. അത് കഴിഞ്ഞ് മല്ലിപ്പൊടി ഒരു 3/4 ടീസ്പൂൺ ചേർക്കണം. മുളക് പൊടി അധികം ചേർക്കണ്ട. ഞാൻ എൻ്റെ പച്ചമുളക് ഇല്ലാത്ത കാരണം ഞാനൊരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റാം. ഇതിൻ്റെ ആ ഒരു മണം മാറുന്ന വരെ നമ്മൾ ആ വഴറ്റിക്കൊണ്ടിരിക്കണം. ഇപ്പം അതിൻ്റെ മണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിക്കണം. ഇപ്പം വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ പുഴുങ്ങിയ മുട്ട ചേർക്കാൻ പോവാണ്. ഇതിന് നിങ്ങൾക്ക് കുറച്ചു നേരം ഒന്ന് മൂടി വെച്ച് തിളപ്പിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ മൂടി വെക്കുന്നില്ല. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. ഇതൊന്ന് തിളക്കട്ടെ. നമ്മൾ ആദ്യം പച്ചമുളക് ഇടാത്തവരാണെങ്കിൽ നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഇതിൽ പച്ചമുളക് ഇടാം. ഇതിപ്പോൾ തിളച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടെയെല്ലാം കഴിക്കാം. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.